വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് സംരക്ഷണം നൽകുമെന്ന് കോൺഗ്രസ് പാലക്കാട് നഗരസഭാ കൗൺസിലർ. പാലക്കാട് നഗരസഭ കോൺഗ്രസ് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരിയാണ് രാഹുലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. നേതാക്കൾക്കെതിരെ വിമർശനവും ചൊരിഞ്ഞു. രാഹുലിനെ ആക്രമിക്കുന്നത് പാർട്ടിയെ തളർത്തുമെന്ന് മൻസൂർ വ്യക്തമാക്കി. രാഹുലിനെ പാലക്കാട്ടെത്തിച്ചാൽ എതിർക്കുമെന്ന് ബിജെപിയും സിപിഎമ്മും വ്യക്തമാക്കിയിരിക്കെയാണ് കോൺഗ്രസ് കൗൺസിലറുടെ ഈ തീരുമാനം. പാർട്ടിക്കുള്ളിൽ നന്ദബാലനെ പോലുള്ള ചില നേതാക്കൾ രാഹുലിനെ പാലക്കാട്ടെത്തിച്ചാൽ എതിർക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ മൻസൂറിന്റെ പിന്തുണ പ്രഖ്യാപനം. ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നയാളാണ് മൻസൂർ. അല്ല, ഫേസ്ബുക്കിൽ പറയാൻ കാരണം തന്നെ ഈ നേതൃത്വത്തിൽ നമ്മൾ സാധാരണപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തനം സംബന്ധിച്ചോളം ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഈ നേതാക്കന്മാർക്കെല്ലാം ഉപരി ഏറ്റവും അടിത്തട്ടിൽ ജനങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരാണ്. ആ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമാണ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞത്. അല്ല, രാഹുലിനെ മാറ്റി നിർത്തി രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ അതിന് നിയമപരമായി നേരിടാനും അതിന് പറ്റിയ ശിക്ഷ അറിയിക്കാനും അതെല്ലാം ഉപരി അതെല്ലാം ഇരിക്കട്ടെ. പക്ഷേ രാഹുലിൻ്റെ വിഷയമല്ല. പക്ഷേ ഈ നേതൃത്വം ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്ന ആ നടപടി ശരിയല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നേതാക്കന്മാരോട് നമുക്ക് സാധാരണപ്പെട്ടത്തോളം ഏറ്റവും ഞാൻ ഒരു ജനപ്രതിനിധിയാണ്, ഒരു സാധാരണ ഒരു ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു നഗരസഭാ കൗൺസിലർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ആ രീതിക്ക് പ്രവർത്തിക്കുന്ന അതിനും താഴെയുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒന്നൊന്നും ആകാത്ത ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലോ പാർട്ടികളിൽ നിന്നും ഒന്നൊന്നും ആകാത്ത ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് പ്രതിരോധിക്കുക എന്നുള്ള ഒരു കടമ്പ അവർക്കുണ്ട്. ആ പ്രതിരോധത്തിന് കോട്ടം വരാത്ത രീതിക്കുള്ള ആ ഒരു തീരുമാനം ആയിരിക്കണം എന്ന് മാത്രം പറഞ്ഞു. അല്ല, അദ്ദേഹം ഒരു സാമാജികനാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് നിയോജകമണ്ഡലത്തിലുള്ള ഒരുപാട് പേര് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയ ഒരു സാമാജികനാണ്. അദ്ദേഹത്തെ കാല് കുത്താൻ പറ്റില്ല, കൈ കുത്താൻ പറ്റില്ല. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാണ്. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് കേരളത്തിലെ പോലീസ് തന്നെയാണ്. അദ്ദേഹം സുരക്ഷ കൊടുക്കേണ്ടത്. പിന്നെ അത് ഉറപ്പല്ലേ, അദ്ദേഹം തെറ്റ് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ലാത്ത ഒരാൾ അതൊരു കോൺഗ്രസ് കൗൺസിലറാണ് പറയുന്നത് കവചം തീർക്കുന്നു. അതിലൊരു നീതികേടില്ല, അല്ലെങ്കിൽ ഒരു ശരികേടില്ലേ ഇതിൽ? അല്ല, അദ്ദേഹം ഇപ്പോഴാണ് കോൺഗ്രസിന് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. അത് നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു കാര്യം, അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നമ്മുടെ പാലക്കാടിലെ ഒരു MLA കൂടിയാണ്. ഈ പറഞ്ഞ പോലെ പാലക്കാട് ജനങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിയമസഭയിൽ സംവാദിക്കാൻ വേണ്ടി ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ കാലുകുത്താൻ വിടില്ല, കൈ കുത്താൻ വിടില്ല പറയുന്നതൊക്കെ അതൊക്കെ വളരെ തടഞ്ഞാൽ നിങ്ങൾ സംരക്ഷണം നൽകൂ എന്നല്ലേ പറഞ്ഞത്? അവരിന്റെ എല്ലാം ശരിവെക്കാൻ പറ്റുമോ? അവരിന്റെ പണി എന്താ? പ്രതിപക്ഷത്തിന്റെ അവര് ഇവിടെ ജയിച്ചിരിക്കുന്നത് പാലക്കാട് MLA ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഉത്തരവാദിത്വം BJPക്ക് CPM ഉണ്ട്. കോൺഗ്രസ് പുറത്താക്കിയാലും അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരള പോലീസിനാണ്. പോലീസ് ഒരുക്കും. അല്ല, അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കാലുകുത്താൻ വിടില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് അനുഭാവികൾ അദ്ദേഹത്തെ സുരക്ഷ കൊടുക്കും. നേതാക്കന്മാരുടെ തീരുമാനത്തിൽ തള്ളി പറയണില്ല. പക്ഷെ അദ്ദേഹം നിരപരാധി തെളിയുന്നത് വരെ അദ്ദേഹം നിരപരാധിത്വം തെളിയിക്കുന്നത്. ഇപ്പോൾ അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ചത്, ഞാൻ ഫേസ്ബുക്കിലൂടെ ഉദ്ദേശിച്ച കാര്യം, അതായത് അദ്ദേഹത്തെ ഈ ഒരുപാട് അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു അനുഭാവികൾ, കോൺഗ്രസ് അനുഭാവികളുണ്ട്. അവരുടെ ആ ഒരു വീര്യം ചൂണ്ടിക്കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ വികാരം പറയുന്നത് എൻ്റെ സാധാരണപ്പെട്ടവരുടെ വികാരമാണ്. സാധാരണ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ വികാരമാണ് പറഞ്ഞത്. നമുക്ക് എല്ലാം ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ നിയമസഭ അകത്ത് എത്ര സാമാജികർ പീഡനക്കേസിൽ പ്രതിയായ ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ പീഡനക്കേസിൽ പ്രതികളായ വക്താക്കളാണ് വന്നിട്ട് ഈ ഒരാളെ ക്രൂശിക്കുന്നത്. അത് അവർ പറയുന്ന രീതിയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കെ അതിനെല്ലാം ഒരു സമയത്തിന് മുമ്പ് എല്ലാം കൂടി എടുത്തു ചാടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള ആ ഒരു തീരുമാനത്തോടുള്ള ആ ഒരു എന്നാൽ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ രാഹുൽ പാലക്കാട് സജീവമാകുന്നതിനെ എതിർക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.